ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ ടോപ്പിക്കാണ്, പ്രോബ്ലം തന്നെയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഫിക്സ് ലോന്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ? സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് ഓൺ എക്സ്റേ ഡിഫ്രാക്ഷൻ. ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ നോക്കിയതാണല്ലേ, എക്സ്റേ ഡിഫ്രാക്ഷൻ. അപ്പോൾ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്, എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്സ് ഉണ്ട്. അതുകൂടാണ്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിത്ത് ഫിഗർ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? എൻ ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷനിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടേംസ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടേംസ്? എൻ ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടേംസ്? n is the order of diffraction. n ന്റെ വാല്യൂ n can be 1, 2, 3. Lambda is the wavelength of the beam incident. Okay, incident in the beam in the wavelength ആണ് lambda. And d is the interplanar spacing. d is the interplanar spacing. എന്താണ് interplanar spacing? രണ്ട് പ്ലെയിൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണല്ലേ. രണ്ട് പ്ലെയിൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇന്റർപ്ലാനാർ സ്പേസിംഗ്. നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കിയതാണ്. ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് യൂണിറ്റ് സെൽസ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി എ ക്യൂബിക് ടൈപ്പ് യൂണിറ്റ് സെൽ ഓർ എ ഹെക്സഗണൽ ടൈപ്പ് യൂണിറ്റ് സെൽ. ജനറൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ക്യൂബിക് ടൈപ്പ് യൂണിറ്റ് സെൽ ആണ് പറയുന്നത്. അതിൻ്റെ വോളിയം കാൽക്കുലേഷൻ ഒക്കെ ഈസിയാണ്. അപ്പോൾ ഇന്റർപ്ലാനാർ സ്പേസിംഗ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ പ്ലെയിൻസ്. ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗർ ഓർമ്മയുണ്ടാവും, ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്ത് പോകുന്നൊരു ഫിഗർ. And theta is the angle of incidence. It is also called glancing angle or angle of reflection of refracted beam. It is also called glancing angle or angle of reflection of refracted beams. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിൽ ആ ഇക്വേഷന് കൂടെ നമ്മൾ നോക്കേണ്ട വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. Bragg's equation together with the non-data of crystals is used for crystal structure determinations. So we are using this Bragg's equation to determine the crystal structure. So നമുക്ക് ഈ Bragg's equation യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റലിന്റെ ഏത് സ്ട്രക്ചറാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. BCC ഓർ FCC ഈ കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ D വാല്യൂ, അതിൻ്റെ A വാല്യൂ, എഡ്ജ് ലെങ്ത്, ഇതൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. In the case of cubic crystals, interplanar spacing d. അപ്പോൾ interplanar spacing d ആയിരുന്നു അല്ലേ. n lambda is equal to 2d sin theta. d is nothing but the interplanar spacing. In the case of cubic crystals, interplanar spacing d is given by dhkl or d equal to a by root of h square plus k square plus l square. എന്താണ് HKL? Where dhkl is the interplanar distance. അപ്പോൾ ഡി തന്നെയാണത്, DHKL എന്നാണ് പറയുന്നത്. എന്താണ് HKL? എന്താണ് HKL? ഈസ് നത്തിങ് ബട്ട് ദി മില്ലർ ഇൻഡീസസ് ഓഫ് ദാറ്റ് പ്ലെയിൻ. ഓക്കെ, മില്ലർ ഇൻഡീസസ് ഓഫ് ദ പ്ലെയിൻ ആണ് HKL. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇന്റർപ്ലാനാർ സ്പേസിംഗ് പറയാം. ഡി ഇൻ ടേംസ് ഓഫ് മില്ലർ ഇൻഡീസസ് ഡി ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ എന്താണ് രണ്ട് പ്ലെയിൻ എവിടെയുണ്ട്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് എടുക്കുക? അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, distance between two parallel planes, അതാണ് interplanar spacings. Parallel planes have same Miller indices. Okay, parallel planes will be having same Miller indices. So HKL ആണ് Miller indices എങ്കിൽ രണ്ട് പ്ലെയിൻസിന്റെയും Miller indices HKL ആണ്. So in terms of Miller indices we can express the interplanar distance if we know the edge length of the unit cell. Okay, so a by root of h square plus k square plus l square. Parallel planes have same Miller indices. The distance between two adjacent parallel planes with the same Miller index is called interplanar spacing, represented by small letter d. Okay, so when comparing both the equations, നമുക്കറിയാം n lambda is equal to 2d sin theta ആണ്. പക്ഷേ അതിൽ d എന്താണ്? d is equal to a by root of h square plus k square പ്ലസ് എൽ സ്ക്വയർ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള എ ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നുള്ള വാല്യൂ കൊടുക്കാം അല്ലേ. സോ അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടും? കമ്പയറിംഗ് ബോത്ത് ഇക്വേഷൻസ് വി വിൽ ഗെറ്റ് ലാംഡ ഇസ് ഇക്വൽ ടു 2a sin theta by root of h square plus k square plus l square.
at its ഹലോ സ്ക്രീന് കാണാലോ ഇപ്പം? അല്ലേ, കാണാലോ? ഓക്കെ. സോ ഈ ബ്രാക്സ് ലോ വെച്ചിട്ടുള്ള ഒരു ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡിറ്റർമൈൻ ദി ഇന്റർപ്ലാനാർ സ്പേസിംഗ്. Determine the interplanar spacing when a beam of X-rays of wavelength 1.54 angstrom. 1.54 angstrom. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. എയും അതിൻ്റെ മുകളിലൊരു ഒരു ചെറിയ ഡിഗ്രി പോലുള്ളൊരു സർക്കിളും അല്ലേ. വേവ് ലെങ്ത് ഓഫ് 1.54 angstrom. 1.54 angstrom means it is 1.54 into 10 raised to minus 10 meter or into 10 raised to minus 8 centimeter. So X-rays of that wavelength is directed towards the crystal at an angle of 20.3 degrees. At an angle of 20.3 degrees to the atomic plane. 20.3 degrees to the atomic plane. So നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്റർപ്ലാനാർ സ്പേസിംഗ് കണ്ടുപിടിക്കണം അല്ലേ? ഡിറ്റർമൈൻ ദ ഇന്റർപ്ലാനാർ സ്പേസിംഗ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം ഇന്റർപ്ലാനാർ സ്പേസിംഗ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എന്താണ് ഗിവൺ? wavelength lambda equal to 1.54 angstrom. So here we need to calculate the interplanar spacing. ഇപ്പോൾ നമുക്ക് ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു ഡിസ്റ്റൻസ് ആണല്ലേ, ഒരു ലെങ്ത് മെഷർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ആങ്സ്ട്രോങ്ങിൽ തന്നെ പറയാം. സോ നോ നീഡ് ടു കൺവേർട്ട് ദ ആങ്സ്ട്രോം ടു സെന്റിമീറ്റർ ഓർ മീറ്റർ. നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഓൾസോ ഗിവൺ ആംഗിൾ ഈസ് ഗിവൺ അല്ലെ, എത്രയാണ് ആംഗിൾ വന്നിട്ടില്ല? തീറ്റ ഈസ് ഈക്വൽ ടു 20.3 degrees. സോ interplanar spacing D is equal to find out അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയോ എല്ലാവരും? യൂസിങ് Bragg's equation, what we have? 2D sin theta is equal to n lambda. Using Bragg's equation we have 2D sin theta is equal to n lambda. Okay. Or ഇവിടെ എന്താണ്, which order? They are not given which order, so we can assume n equal to 1. Okay. So 2D sin theta is equal to lambda for n equal to 1. So D will be equal to lambda by 2 sin theta, which is equal to എത്ര കിട്ടല്?
that much ആങ്സ്ട്രോങ്ങിൽ കിട്ടും വാല്യൂ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. എത്ര കിട്ടുന്നത്? ഓക്കെ, നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2.21. 2.21 ദാറ്റ് മച്ച് ആങ്സ്ട്രോങ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് മീറ്ററിൽ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്താൽ ഇസിക്കൽ ടു 2.21 ഇൻറ്റു 10⁻⁻10 മീറ്റർ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ അത്രയും ചെറിയ വാല്യൂ, അത്രയും ചെറിയ ഡിസ്റ്റൻസ് ആണല്ലേ. ഇൻറ്റു 10⁻⁻⁻⁻. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് ഇത്, ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇതിൻ്റെ ഹയർ ലെവലിലെ പ്രോബ്ലംസ് ചോദിക്കാം. സെക്കൻഡ് പ്രോബ്ലം ഒന്ന് എഴുതിയ. ഇതെല്ലാവരും കിട്ടിയതല്ലേ ആൻസർ? ഫസ്റ്റിന് ആൻസർ എല്ലാവരും കിട്ടിയതല്ലേ? കാർത്തിക്, സമാ, ഫർദീൻ. ഓക്കെ ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. ദ ബ്രാഗ്സ് ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ. ബ്രാഗ്സ് ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് ഏതാണ് nth ഓർഡർ അല്ലെ. നമുക്ക് എത്ര nth ഓർഡർ ആണ്, എന്നിന്റെ വാല്യൂ 1 2 3 4 എത്രയോ ആവാം. സോ ഇറ്റ് ഈസ് ഗിവൺ ഹിയർ, ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ അല്ലെ. സോ n വിൽ ബി ഈക്വൽ ടു 1. The Bragg's angle corresponding to first order reflection from ഏത് പ്ലെയിൻ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 1 1 1 പ്ലെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി HKL വാല്യൂ കിട്ടി അല്ലെ. നമ്മൾ രണ്ടാമത് ഇന്റർപ്ലാനാർ സ്പേസിങ്ങിന്റെ ഇക്വേഷൻ ആയിരുന്നു d is equal to a/√h² plus k² plus l². HK വാല്യൂ നമുക്ക് കിട്ടി. 1 1 1 plane, 1 1 1 planes. In a crystal is 30 degree when H rays of wavelength of 1.75 angstrom are used. So the Bragg's angle corresponding to the first order reflection from the given plane 1 1 1 in a crystal is 30 degree when H rays of wavelength 1.75 angstrom are used. Calculate the atomic spacing. Atomic spacing ന്റെ ഒന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റൻ എഴുതിയില്ലേ? അങ്ങനെ വരും. നമുക്ക് എന്താ അറിയാം? നമുക്ക് ഇക്വേഷൻ എന്തൊക്കെ ഇക്വേഷൻ? വി ഹാവ് DHKL അല്ലെ. DHKL is equal to a/√h² plus k² plus l². ഇവിടെ എന്താണ് HKL എന്താണ്? വേറെ HKL are the Miller indices and A is the interatomic distance. D is the interplanar distance. D is the interplanar
planar distance. B കേസിൽ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? In case of plane 1 1 1. In case of plane 1 1 1, here h is equal to k is equal to l is equal to 1. That means d HKL will be equal to D111, which will be equal to A by root of 1 square plus 1 square plus 1 square, which is equal to A by root 3. അപ്പോൾ ഡീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി A by root 3 എന്ന് കിട്ടിയല്ലേ. സോ നമുക്ക് പിന്നെ എന്തുണ്ട്? അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ലോ വി ഹാവ് അല്ലേ. സോ വി ഓൾസോ ഹാവ് ബ്രാഗ്സ് ഇക്വേഷൻ 2d sin theta is equal to n lambda. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? n തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നുണ്ട്. ലാംഡ is given as 1.75 angstrom and theta is given as 30 degree. ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ d ഓൾറെഡി നമുക്കിവിടെ കിട്ടി അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? A ആണ്. അറ്റോമിക് സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അറ്റോമിക് സ്പേസിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് രണ്ട് ആറ്റത്തിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർ അറ്റോമിക് സ്പേസിംഗ്, അതെന്താണ്? A ആണ്. ഇന്റർ പ്ലാനർ സ്പേസിംഗ് ആണ് D. എത്ര കിട്ടും? അതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 × A by root 3 sin 30 is equal to 1 × 1.75 ആങ്സ്ട്രോങ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് അതിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 10⁻⁻8 അല്ലേ. Therefore we will get A is equal to something into 10⁻⁻8 എന്ന് കിട്ടും, സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പെട്ടെന്ന് കിട്ടൂലേ? sin 30 പറഞ്ഞാൽ എത്രയാണ്? sin 30 = 1/2. അപ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്യാം അവിടെ തന്നെ. A is equal to √3 × 1.75 ആക്കിയാൽ കിട്ടി. √3 × 1.75 × 10⁻⁻8. (3.03 × 10⁻⁻8). ഓക്കെ, വേറെ കിട്ടുന്നുണ്ടോ സെയിം ആൻസർ? ഈ ആൻസർ എല്ലാവരും കിട്ടുന്നുണ്ടോ? 3.03 × 10⁻⁸ സെൻറ്റിമീറ്റർ. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. തേർഡ് ക്വസ്റ്റ്യൻ. beam of X-ray of wavelength lambda equal to 0.842 angstrom. 0.842 angstrom is incident on a crystal at a glancing angle of
is incident on a crystal at a glancing angle of 8 degree 35 minute. In terms of minutes കൂടിയാണ് ആംഗിൾ പറഞ്ഞിട്ടുള്ളത് 8 degree 35 minutes. So glancing angle എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് തീറ്റ അല്ലെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ഗ്ലാൻസിങ് ആംഗിൾ അല്ലെ? ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിഗ്രി അല്ല, റൗണ്ട് ഡിഗ്രി സെൽഷ്യസ്, സോറി റൗണ്ട് ഡിഗ്രീസ് അല്ല തന്നിട്ടുള്ളത്, 8 degree 35 minutes ആണ് തന്നിട്ടുള്ളത്. when the first order Bragg reflection occurs. ഇപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട് when the first order Bragg reflection. ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ്റെ കേസിൽ ഗ്ലാൻസിങ് ആംഗിൾ എത്ര കിട്ടിയത്? 8 degree 35 minutes for lambda equal to 0.842. Now calculate the glancing angle for third order reflection. Calculate the glancing angle for third order reflection. ഒന്ന് ചെയ്ത് നോക്കിയേ. നമുക്കറിയാം അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ലോ ടു ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. തന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓർഡറിലെ കേസിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എൻ ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അതിൽ എത്രയാണ് ലാംഡൻ്റെ വാല്യൂ? അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ എൻ ഈസ് ഈക്വൽ ടു 1 and theta is given as 8 degree 35 minute. That is 2d sin 8 degree 35 minute will be equal to lambda. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണ്? തേർഡ് ഓർഡർ ഫോർ തേർഡ് ഓർഡർ റിഫ്ലക്ഷൻ അതാണ് ചോദിച്ചത് അല്ലേ? ഇൻ ദാറ്റ് കേസ് n will be equal to 3. That is 2d sin തീറ്റ നമുക്ക് കാണേണ്ടതാണ്. തീറ്റ will be equal to 3 lambda അല്ലേ? കാരണം 2d sin തീറ്റ is equal to n lambda ആണ്. So here it will be 3 lambda. ഓക്കെ, നമുക്കിപ്പോൾ എന്താ രണ്ട് ഇക്വേഷൻ കിട്ടി. ടേക്ക് ഇറ്റ് ആസ് 1 ആൻഡ് ടേക്ക് ഇറ്റ് ആസ് 2. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റൻ്റെ വാല്യൂ കിട്ടും. സോ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 ഒന്ന് കണ്ടുപിടിച്ചാൽ തീറ്റൻ്റെ വാല്യൂ അങ്ങനെയാണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ആക്കി എന്ത് കിട്ടും?
എന്തായി ഡിഗ്രി വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റർ എന്തായാലും വേണം എക്സാമിന്, ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സിലൊക്കെ വരുമ്പോൾ. 8.35 നടത്താൻ തെറ്റും. 8 ഡിഗ്രി 35 മിനിറ്റ് തന്നെ നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം. നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അതിനൊരു ഡിഗ്രിയിലേക്ക് മാറ്റേണ്ട ഒരു ബട്ടൺ ഇല്ലേ? നമുക്ക് ഡിഗ്രി എൻ്റർ ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ട്. ഡിഗ്രിയും മിനിറ്റും സെക്കൻഡൊക്കെ അതിൽ എൻ്റർ ചെയ്യാം. ഫൈനലി നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ഓർഡർ റിഫ്ലക്ഷൻ്റെ കേസിൽ തീറ്റ വാല്യൂ കണ്ടുപിടിക്കണം. ഓൾറെഡി ഫസ്റ്റ് ഓർഡർ റിഫ്ലക്ഷൻ്റെ കേസിൽ തീറ്റ തന്നിട്ടുണ്ട്. അത് 8 ഡിഗ്രി 35 മിനിറ്റ്സ് ആണ്. സിമിലർലി നമുക്ക് കിട്ടുന്ന തീറ്റൻ്റെ വാല്യൂ ചിലപ്പോൾ റൗണ്ട് ഡിഗ്രീസിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി ഓൾസോ ഇൻ മിനിറ്റ് ഓർ സെക്കൻഡ് വരാം. നമ്മൾ അതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറും ഇൻ ടേംസ് ഓഫ് ഈ ഡിഗ്രി മിനിറ്റ്സ് സെക്കൻഡ്സിൽ കിട്ടും. ചെയ്യുന്നുണ്ടോ? എന്താണ് വിഷ്ണു എ പി ചെയ്യുന്നുണ്ടോ? വിഷ്ണു മാധവൻ, തരുൺ രാജീവ്, നിവേദ് കുമാർ, മുഹമ്മദ് സമ. ഓക്കെ, ചെയ്ത് നോക്ക്. ബൈ 2 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2D സൈൻ തീറ്റ ബൈ 2D സൈൻ 8 ഡിഗ്രി 35 മിനിറ്റ് ഈക്വൽ ടു 3 ലാംഡ ബൈ ലാംഡ അല്ലേ? അപ്പോൾ ഇവിടെ ഇതൊക്കെ കട്ട് ചെയ്ത് പോയില്ലേ? സോ വിൽ ഗെറ്റ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 26.6 കിട്ടിയിട്ടുണ്ടായിരിക്കും അസഫിന്. കിട്ടുന്നുണ്ട് ഈ വാല്യൂ എല്ലായിരിക്കും. So you will get sin theta is equal to 3 into sin 8 degree 35 minutes. 8 degree 35 minutes 8.35 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് റോങ് ആൻസർ കിട്ടല്. സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അത് ഡിഗ്രീസിലും മിനിറ്റ്സിലും തന്നെ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു സൈൻ 8 ഡിഗ്രി 35 മിനിറ്റ്സിൻ്റെ വാല്യൂ 0.14924 അങ്ങനെ ഒരു വാല്യൂ കിട്ടും. So that will be equal to 0.4477. Okay. 0.4477 കിട്ടും. So that is sin theta. So theta will be sin inverse of 0.4477. ആ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടല്. പക്ഷെ അതിനെ വീണ്ടും നമ്മൾ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫൈനൽ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 26 ഡിഗ്രി 35 മിനിറ്റ്സ് എന്നായിരിക്കും ആൻസർ കിട്ടല്. 26 ഡിഗ്രി 35 മിനിറ്റ് എന്താണ്? 26 ഡിഗ്രി 35 മിനിറ്റ്സ് പറഞ്ഞാൽ 26 ഡിഗ്രി 35 മിനിറ്റ്സ് 0 സെക്കൻഡ്സ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിഗ്രീസ് നമ്മൾ പറയുമ്പോൾ സാധാരണ 1, 5, 10 റൗണ്ട് ഫിഗർ ആയിട്ടാണ് പറയല്. പക്ഷെ ഇൻ ബിറ്റ്വീൻ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ സെക്കൻഡ്സും മിനിറ്റ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ 26 ഡിഗ്രി 35 മിനിറ്റ് വിൽ ബി ദ ആൻസർ. കിട്ടുന്നുണ്ടോ? ബാക്കി എല്ലാവരും കിട്ടുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ വെറുതെ മൊബൈലിൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ബ്രാഗ്സ് ലോന്റെയും എക്സ്റേ ഡിഫ്രാക്ഷന്റെയും കുറച്ച് 1-2 പ്രോബ്ലം കൂടി ഉണ്ട്. വേറെ ടൈപ്പ് പ്രോബ്ലം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം.
ആകാശ്. ആകാശ് കെ എം. ആ. അഖിലം. ഒരു സെക്കൻഡ്. സർ 3. വിളിക്കാടാ.